വെറും 16 വയസ്സ് മാത്രം പ്രായമായ ഒരു പെൺകുട്ടി എനിക്ക് അയച്ചൊരു വോയിസ് മെസ്സേജ് കേട്ടോ. ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഇതേപോലെ പല യൂട്യൂബർത്ത് ഞങ്ങൾ സഹായം ചോദിച്ചപ്പോഴേ അവരെ ഞങ്ങളെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. ഞങ്ങൾ ഒരാളെ സഹായിക്കാം എന്ന രീതിയിൽ ഒരു യൂട്യൂബർ വന്ന് ഞങ്ങളെ സഹായിച്ച് ഇപ്പം ഒരു കാര്യം ഇല്ലാതെ ഓരോ വീഡിയോ ഉണ്ടാക്കി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ട് ഞങ്ങളെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ അമ്മയും മാത്രമാണ് ഉള്ളത്. പുറത്തിറങ്ങി നടക്കാനോ എനിക്ക് സ്കൂളിൽ പോയി പഠിക്കാനോ ഒന്നും പറ്റണില്ല. അത്രയ്ക്ക് രീതിയിലാണ് എന്നെ കളിയാക്കുന്നത് കൂട്ടുകാര്. ആ കുട്ടി പറഞ്ഞ ആളുടെ ഒരു വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരുപാട് ഇങ്ങോട്ട് കിടന്ന് തിളക്കല്ലേ കേട്ടാ. നീ എന്നെ ഒരു മൈരും ചെയ്യില്ല, ചെയ്താലും എനിക്ക് മൈരാണ്. കാരണം ഒന്നുമില്ലെങ്കിൽ അന്നേരം നിന്റെ തള്ളും നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ കേട്ടല്ലേ. ഒരുപാട് ഇങ്ങോട്ട് ഉണ്ടാക്കല്ലേ. ആളും നേരെ പറഞ്ഞു കളി കേട്ടാ. ഒരാളെ വിളിച്ച് ഊമ്പിപ്പിക്കുമ്പോൾ ആലോചിച്ചിട്ട് വേണം ഊമ്പിക്കാൻ. എൻ്റെ അടുത്ത് പറഞ്ഞ കുറെ കഥകളുണ്ടല്ലോ, അതൊക്കെ വെറുതെ തള്ളാണെന്ന് ഞാൻ അറിഞ്ഞത് പിന്നീടാണ്. ഒരുപാട് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരല്ലേ. ആളും നേരെ പറഞ്ഞ് കളിക്കണേ കേട്ടാ. നിങ്ങളെ അപ്പുറം കളിക്കുന്നതാണ് ഞാൻ. അതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ ഒരുപാട് ഉണ്ടാക്കണ്ട. ഇനി കാര്യം എന്താണെന്ന് അറിയാത്തവർക്ക് കേട്ടോ, ഷാലു പേട് നമ്മളെ വീടൊക്കെ വെച്ച് കൊടുക്കുന്ന ഫോട്ടോഗ്രാഫർ, പുള്ളി ഒരു കല്യാണം നടത്തി കൊടുത്തു 2 മാസം മുമ്പായിട്ടോ. അവർക്ക് ബാത്റൂം ഇല്ലായിരുന്നു. അപ്പൊ ആൾക്കാർ എന്തെങ്കിലും ഫണ്ടൊക്കെ പിരിച്ചിട്ടാണ് പുള്ളി ബാത്റൂം നടത്തിയത്, കല്യാണം നടത്തിയത്, എല്ലാം ചെയ്തത്. പുള്ളി അതിൽ ആരോപിച്ച കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ചെയ്തു കൊടുത്തപ്പം പിന്നെയാണ് മനസ്സിലായത് ഒരു ഉടായ്പാണെന്ന്. അവർ ആത്മഹത്യയിലോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. ഒരു സൈഡ് മാത്രമല്ല നമ്മൾ കാണേണ്ടത്, മറു സൈഡ് കൂടെ നമ്മൾ അറിയണം കേട്ടോ. എനിക്ക് ഒട്ടും പറ്റായപ്പോഴാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ അമ്മ എനിക്ക് പറ്റൂല, എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല, നിർത്തി. എനിക്ക് എക്സാമാണ്, എക്സാമിൽ പോലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല, പഠിക്കാനോ ഒന്നിനും പറ്റില്ല. അത്ര ഇതായിട്ട് ഞാൻ +1 സയൻസിലാണ്. എനിക്ക് 16. അപ്പൊ നിങ്ങളൊന്ന് കാര്യം അറിയുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് അന്വേഷിക്കുക, എന്നിട്ട് മാത്രം ഒരാളെ കുറ്റപ്പെടുത്തുക. അത് ഞങ്ങളുടെ കാര്യം മാത്രമല്ല, ഏത് വീഡിയോ വന്നാലും സത്യാവസ്ഥ അറിഞ്ഞിട്ട് മാത്രം ഓരോരുത്തരെ കുറ്റപ്പെടുത്തും. എനിക്ക് ഇൻസ്റ്റയോ ഒന്നും തുറക്കാൻ പറ്റില്ല. അതിൽ ഫ്രണ്ട്സൊക്കെ അയച്ചിട്ട് ചോദിക്കുകയാണ്, നീ ഇന്നയാളുടെ മോളല്ലേ, നീ ഇത്രയും ഇതായിട്ടുള്ള ആളാണോ, അങ്ങനെയാണ് ഇങ്ങനെ കുറെ. ഒട്ടും പറ്റുന്നില്ല. അത്ര കൂട്ടായിട്ട് നടന്ന ഫ്രണ്ട്സ് വരെ ഒറ്റപ്പെടുത്തുന്നു. നല്ലപോലെ കളിയാക്കുന്നുണ്ട്. എൻ്റെ ഫാമിലി ഫുൾ ഉടായ്പാണ്, ഞാൻ അതിനേക്കാളും ഉടായ്പാണ്, എൻ്റെ അമ്മ ഒരു രോഗമില്ലാതെ നാട്ടുകാരെ പറ്റിക്കുകയാണ്, അങ്ങനെ ഇങ്ങനെ കുറെ. അമ്മയ്ക്ക് രോഗമുണ്ടോ? അമ്മയ്ക്ക് രോഗം ഉണ്ടാകുന്ന ആശുപത്രി പോയപ്പോഴും ഓപ്പറേഷൻ കഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞവര്. അത്രയ്ക്ക് നല്ല സ്റ്റേജാണ്. ഇപ്പൊ അമ്മയ്ക്ക് ആ വീഡിയോക്ക് ശേഷം ഒരു സമാധാനമില്ല. കാരണം ഓരോരുത്തരും അമ്മയ്ക്ക് മെസ്സേജ് ഇടാണ്, ഇങ്ങനെയാണ് എല്ലാവരും മുമ്പിൽ ഈ സാലുപ്പേട് എന്തിനു ഞങ്ങളിങ്ങനെ ദ്രോഹിക്കണം അറിഞ്ഞുകൂടാ. ദേവിച്ചത് എന്റെ കൊച്ചിന്റെ ഭാവിയെ ഓർത്ത് കള്ളൊക്കെ മാറ്റിയിടായിരുന്നു. ജീവിക്കാൻ വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരക്കേണ്ടി വരുന്നത്. മറ്റു ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് 95,000 രൂപ ആ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ, അത് സത്യമല്ല. നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന ഒരു അടിവസ്ത്രം നമ്മൾ ഇവിടെ നിന്ന് 70 രൂപയ്ക്ക് അവിടെ 400 രൂപ വരെ വിലയുണ്ട്. അശ്വതി സിൽക്കസിൽ നിന്നാണ് എടുത്തത്. നമ്മുടെ അടുത്ത് പറഞ്ഞു റേറ്റ് ഒന്നും നിങ്ങൾ നോക്കണ്ട, എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ റേറ്റ് ഒന്നും നോക്കണ്ട, നിങ്ങൾ എടുത്താൽ മതി, ഇവിടുത്തെ സ്പോൺസർ ആണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവസാനം ബില്ല് കൗണ്ടറിൽ വന്നിട്ട് ഇതിന്റെ ഇത് നോക്കി. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇതിപ്പോ ഏകദേശം നല്ല പൈസയായി, പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ കുറെ ഡ്രസ്സ് തിരിച്ചു കൊടുത്തു. എടുത്തതിൽ ഏകദേശം ഒരു 5-6 ഡ്രസ്സ് തിരിച്ചു കൊടുത്തു നമ്മൾ. എന്നിട്ട് നമ്മൾ ബില്ല് ഇത് നോക്കിയപ്പോഴാണ് അവർ പറഞ്ഞത് ഇത്ര റേറ്റ് ആണ്. പക്ഷെ ഇതിന്റെ ഒരു ടോപ്പ് ഞങ്ങൾക്ക് അമ്മ ഇവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് എടുത്തപ്പോൾ 1000 രൂപയ്ക്കകത്ത് ആയതേ ഉള്ളൂ. ഇത് ചുരിദാറാണ്. ഇതിന്റെ വേറൊരു തുണി ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തപ്പോൾ 1000 രൂപയുള്ളൂ. ഇത് റിസപ്ഷന് കെട്ടിനുള്ള ഡ്രസ്സ് ചേട്ടൻ വേറെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ്, ഇത് നമുക്കല്ലാതെ ഇടാൻ കണക്കിന് വേണ്ടി അവിടെ നിന്ന് സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഈ ഡ്രസ്സ്. ഏകദേശം 3099. അതേപോലത്തെ 2 ഡ്രസ്സ് എടുത്ത് കേട്ടോ, എന്റെ സഹോദരന്റെ മോക്കും ഒരു പാന്റിന് മാത്രം 1500 കൂടുതലായി. ഏകദേശം 2000 രൂപ അടുപ്പിച്ചായിട്ടുണ്ട് ഒരു പാന്റിന് മാത്രം. ഇതേപോലത്തെ 1500 കൂടുതലായി. 3 പാന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ അവരവിടെ വെച്ച് ട്രെയിൽ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഒരു പാന്റ് എടുത്തപ്പോ എനിക്കത് ചെറുതായിരുന്നു. ഞാൻ അതിന്റെ ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പാന്റ്. ഇത് ഇവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് എടുത്തപ്പോ ഇതേപോലത്തെ ഒരു പാന്റ് എടുത്തപ്പോ അത് 700 രൂപ സംതിങ്, 700-നകത്തേ ആയിട്ടുള്ളൂ. ഒരു സിനിമ നടന്റെ വീട്ടിൽ കൂടി പോകണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് ഓഫർ പറഞ്ഞിട്ടുണ്ട്, തുണി ഒരു ഇടത്തും തരാന്ന് പറഞ്ഞു. ചേച്ചി നമുക്ക് അത് എടുക്കാന്ന് പറഞ്ഞു. അവിടെ ചെന്ന് തുണി എടുത്ത് 30,000-35,000 രൂപ തുണി മാത്രം. അപ്പൊ ജാഫർ ഇടിക്ക് സാർ 5000 രൂപ. ഈ അശ്വതി കടയിലുള്ള അങ്ങേര് 15,000 രൂപ ഞങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു തുണി. അങ്ങനെ 20,000 രൂപ ഇവ ഇട്ടു എന്ന് പറയുന്നു. അത് ഇപ്പൊ അതിപ്പോ ഇങ്ങനെ അക്കൗണ്ടിൽ തന്നെ എന്റെ പൈസ വന്ന് കാണും. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ഷാലു പേയടലേ കല്യാണം നടത്തുന്നത്, ഷാലു ചേട്ടന്റെ നമ്പർ തരാണെങ്കിൽ അങ്ങേരെ അക്കൗണ്ടിൽ ഇടാന്ന് പറഞ്ഞ് പലരും എന്റെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അക്കൗണ്ടിൽ വരാതിരിക്കില്ല. ഇതാണ് അശ്വതി സിൽക്കിൽ നിന്ന് എടുത്തതാണ്. ഇതേപോലത്തെ 2 സാരി എടുത്ത്, ഒന്ന് എന്റെ അമ്മയ്ക്കും കൊടുത്ത്, ഒന്ന് ഇതുമാണ്, പിന്നെ ഈ ഒരു സാരി, ഇങ്ങനെ 3 സാരിയാണ്. ഈ ഒരു സാരി എത്ര രൂപ? ഇത് 4000 ചില്ലറ, 5 അടുപ്പിച്ച് വില ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അവരെ റേറ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള, ഞാൻ വേറൊരു സാരി എടുത്ത് കാണിച്ചു തരാം. ഇത് 4000 രൂപ അടുപ്പിച്ചായി. അതെ.
ഇത് 2 സാരിയാണ് എനിക്ക്. ഇത് പോയിട്ട് 2 എടുത്തു. ഒന്ന് എൻ്റെ അമ്മയ്ക്കും കൊടുത്തു, ഒന്ന് ഞാനും എടുത്തതാണ്. അതെ, തുമ്പൂരാണ്. ഇതി എന്ന് പറഞ്ഞ തുണിക്കട അത് എടുത്തതാണ്. ഇത് 800 രൂപ വില ഉണ്ടായിരുന്നുള്ളൂ. ഈ സാരി 900 രൂപ വില ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ സാരിയും ഇവിടുന്ന് വാങ്ങിയതാണ്. ഇത് 900 രൂപ വിലയുള്ളൂ. അവർക്ക് തലേ ദിവസം ഇടാനൊരു ഉടുപ്പും പിന്നെ അല്ലാതൊരു ഫ്രാക്കും 2 കടന്ന് ഫ്രീ ആയിട്ട് തന്നതാണ്. അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു ഷാൽ ചേട്ടയിലെ കല്യാണം നടത്തുന്നത്, നിങ്ങൾ ചേട്ടൻ്റെ അക്കൗണ്ടിൽ അയക്കാന്ന് പറഞ്ഞിട്ട് 3/4 ഭാഗവും വിളിച്ച ഷാൽ ചേട്ടൻ്റെ നമ്പറിലാണ് കുറെ പേര് പൈസ അയച്ചത്. വന്ന് വീഡിയോ ചെയ്തതെല്ലാം കറക്റ്റാണ്. ഞാനാണ് മെസ്സഞ്ചറിൽ ഇങ്ങനെ വീഡിയോ കണ്ട് അതിൽ നമ്പർ എടുത്ത് ഷാരുവിനെ വിളിച്ചു. ഇവിടെ വന്ന് എനിക്ക് ബാത്റൂം ചെയ്തു. ബാത്റൂമിന് പണി പൂർത്തിയായിട്ടില്ല. അവർ ഒരു കുളിമുറി ഒരു ബാത്റൂമായിട്ട് ചെയ്യാൻ വന്നു. പക്ഷെ ആ സാഹചര്യത്തിൽ അവർ ചെയ്തു വന്നപ്പോൾ ഇന്ത്യൻ്റെ ക്ലോസറ്റ് വെച്ചതിൻ്റെ അടുത്ത് യൂറോപ്യൻ്റെ ക്ലോസറ്റ് വെച്ചാൽ നമുക്ക് ഇന്ത്യൻ്റെ ക്ലോസറ്റിലോട്ട് പോകാൻ പറ്റത്തില്ല. ഇതാണ് ബാത്റൂം. ഇതാണ് പ്ലേസ് ഇല്ല. ഇതില് ഇന്ത്യൻ്റെ ക്ലോസറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് യൂറോപ്യൻ്റെ ക്ലോസറ്റും ടാങ്കും വെച്ച ഇത്രയോളം വരും. നമുക്ക് അപ്പൊ ഇന്ത്യൻ്റെ ക്ലോസറ്റിലോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ പണിക്ക് വന്നവർ എന്നെ പറഞ്ഞു ഇന്ത്യൻ്റെ ക്ലോസറ്റ് അവിടെ വെച്ചിട്ട് പിന്നെ ഇത് ബ്ലൈസ് ഇങ്ങനെ കിടക്കും, ഇത് കുളിമുറിയായിട്ട് ഉപയോഗിക്കും. ആ കുളിമുറിയിൽ യൂറോപ്യൻ്റെ ക്ലോസറ്റ് വെക്കാമെന്ന് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഇല്ല, ഇത് ഷാല് വന്നിട്ട് കെട്ടിയതാണ്. ഇതിലൊന്നും ഷാല് അതിലെന്ന് പറയുമ്പോ 100-ലധികം സിമന്റ് കല്ല്, 120ഓളം സിമന്റ് കല്ല് എന്റേത് ഇവിടെ ഇരുന്നു. ക്ലോസറ്റ് വെക്കണം, യൂറോപ്യൻ്റെ ക്ലോസറ്റ് വെക്കണം. അതില് 100-ലധികം സിമന്റ് കല്ല് എന്റെ വകയാണ്. അത് ഷാല് പറഞ്ഞ റെക്കോർഡ് എന്റെ കിടപ്പുണ്ട്, വോയിസ് റെക്കോർഡ് ഇട്ടുണ്ട്. എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയതല്ല, നിങ്ങൾക്ക് ബാത്റൂം കെട്ടി തന്നേല്ലേ എന്ന് പറയുന്നുണ്ട്. ഈ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സർവ്വ പാറപ്പൊടി ഇറക്കിയത് എന്റെ പൈസയാണ്, ഇവിടെ ഇറക്കിയിട്ടിരുന്നതാണ്. ഇതിൽ 12 ടൈൽ എന്നെ വിട്ട് എടുപ്പിച്ചു. അതിൽ ആദ്യം ഒരു 10,000 രൂപ ഈ ഷാല് പറഞ്ഞു വിട്ട പണിക്കാരന് കൊടുക്കേണ്ടി വന്നു. രണ്ടാമത് ഒരു 6,000 രൂപ കൊടുക്കേണ്ടി വന്നു. പിന്നെ ഈ ഡോർ എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഇതിന്റെ ഈ ഡോർ കടം നടത്തുന്ന ആള് ഫ്രീ ആയിട്ട് ഇട്ട് തന്നതാണ് എനിക്ക്. PVC ഡോർ. ഈ രണ്ടാമത്തെ ഈ ഡോർ എന്ന് പറഞ്ഞാൽ ഇട്ട ആള് എന്റെ 2,500 രൂപ വാങ്ങിയിട്ടുണ്ട്. ഒരാളെ ഇട്ടത്. ഇത് എന്റെ പൈസ വാങ്ങിച്ചത്. അതെ അതെ. എന്നിട്ട് ഈ പ്ലംബിങ്ങിന്റെ എന്ന് പറഞ്ഞിട്ട് എന്റെ 1000 രൂപ വാങ്ങുന്നുണ്ട്. ഈ പ്ലംബിങ്ങിന്റെ ചെയ്തതിന് ഇത്രയും. ഈ രണ്ടാമത് സിമന്റ് എടുക്കാനൊന്ന് 1000 രൂപ വാങ്ങിച്ചു. അങ്ങനെ കയ്യിൽ തന്നെ 18,000 രൂപ വാങ്ങിയിട്ടുണ്ട്. പിന്നെ 18,000 രൂപ വാങ്ങിച്ചു. ഈ ടൈല് പോയിട്ട് ഈ കഥവിന്റെ 2,500 രൂപ പോയിട്ടാണ് 18,000 രൂപ വാങ്ങിച്ചിട്ടുള്ളത്. കഥവിന്റെ എന്ന് വെച്ചാൽ ഇത് ഇടാൻ വന്ന ആള് വാങ്ങിയതല്ലേ. ഇത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. ഇത്രയും പണി ചെയ്തിട്ടില്ല. ഇനി ഉപയോഗിക്കണേ ബാക്കി ചെയ്യണം. ചെയ്തിട്ടില്ല, കാരണം ഈ കുഴി ഒന്നും എടുത്തിട്ടില്ല. ഇത്രയും വെച്ചിട്ടാണ് അങ്ങേര് വലിയ ഗമയിലിട്ട് 2 ടോയ്ലറ്റ് നിർമ്മിച്ച് നൽകി എന്നൊക്കെ പറഞ്ഞ് സന്തോഷം ഒന്നിട്ട്. അപ്പൊ ഈ വന്ന അവരുടെ അടുത്ത് എനിക്ക് കള്ളം പറയാൻ പറ്റില്ലല്ലോ. അവർ വന്ന് കണ്ടപ്പോൾ കുഴിയില്ല, ഉപയോഗിക്കാനല്ല. അവർ കുഴി എടുത്തിട്ട് അതിലാരോ ഒരു മെസ്സേജ് ഇട്ടു. മെസ്സേജ് ഇട്ടപ്പോഴത്തേക്ക് ഈ മെസ്സേജ് ഇങ്ങനെ കിട്ടി. കാരണം ഇത് നീ കക്കൂസിന്റെ പണി ചെയ്ത് കൊടുത്തോടോ എന്നൊക്കെ കേട്ട് ഇട്ടു. അപ്പോഴിങ്ങേര് എനിക്ക് അതിനെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടിട്ട് ഇങ്ങനത്തെ ചീത്തയും എനിക്ക് കിട്ടിയത്. നിങ്ങളെ ചേച്ചി എന്ന് വിളിച്ചത് ചേച്ചി ആയതുകൊണ്ടാണ് വിളിച്ചത്. പക്ഷെ എന്റെ അടുത്ത് ചേച്ചി നിങ്ങളവിടെ പിന്നെ ടാങ്ക് വെച്ചില്ല, അവിടെ ബാത്റൂമിന് കുഴിയെടുത്തില്ലെന്ന് പിന്നെ നാട്ടുകാർ പറയൂ. ഇത് പിന്നെ ആര് പറയണത്? നിങ്ങളെ മക്കളടുത്ത് ജോലി അല്ലെങ്കിൽ വേറെ ആരാണ് അവിടെ അറിയാന്നുള്ളത്? നിങ്ങൾക്ക് അവിടെ കുഴിയെടുത്ത് തരാന്ന്, ഞാൻ കുഴിയെടുത്ത് തരാന്ന് പറഞ്ഞാൽ ഞാൻ ബാത്റൂം കെട്ടിത്തരാന്നല്ലേ പറഞ്ഞുള്ളൂ. ബാത്റൂം കെട്ടിത്തന്നല്ലോ. ഒരെണ്ണം പറഞ്ഞ് 2 കെട്ടിത്തന്നു. എനിക്ക് 60,000 രൂപ എനിക്ക് ആ ബാത്റൂമിനായി. 30,000 രൂപ തിരിക്കാൻ വന്ന ഞാനാണ്. 2 ബാത്റൂം നിങ്ങൾ ചെയ്യിപ്പിച്ച് 65,000 രൂപ എന്റെ കയ്യിൽ പോയി. പിന്നെ നിങ്ങൾ അവിടുത്തെ മറ്റേ 100 കട്ട എടുത്ത കാര്യം പറഞ്ഞില്ല. ഇത് എന്റെ വീട്ടിൽ കൊണ്ടുപോകാനാണ്. ഞാൻ ഒരു ബാത്റൂമിനുള്ള കട്ടയാണ് ഞാൻ അവിടെ ഇറക്കിയത്. രണ്ടാമത്തെ ബാത്റൂമിനെ ഉണ്ടാക്കാൻ നിങ്ങളടുത്ത് അമ്മയുടെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച ശമ്പളം ഞാനാണ് ശമ്പളം കൊടുത്തത്. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത് അതൊക്കെ ചെയ്യിപ്പിക്കാൻ ഇല്ലല്ലോ ചേച്ചി. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വെറുതെ ഒരു ബാത്റൂമിന്റെ പണി പൂർത്തിയായെന്ന് വെച്ചാല് അതിന് പോകേണ്ട വെള്ളത്തിന് സൗകര്യം ചെയ്യണം, പൈപ്പ് വയ്ക്കണം, ബാക്കി സംഭവങ്ങൾ സെറ്റ് ചെയ്യണം, ക്ലോസറ്റ് വയ്ക്കണം. അത് പോവാനുള്ള മെയിനായിട്ടുള്ള കുഴി വെട്ടണം. ആ കുഴി വെട്ടുമ്പോഴാണ് ഇവിടെ ഇരുന്ന് അപ്പിയിടുമ്പോഴുന്ന ഈ കുഴിക്കകത്തൂടെ അങ്ങ് പോവുള്ളൂ. എന്നാൽ മാത്രമേ പണി പൂർത്തിയായെന്ന് പറയുള്ളൂ. പിന്നെ എന്ത് കണക്കിനാണ് നീ ഈ ബാത്റൂം ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞ് പണി പൂർത്തിയായെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടത്? അത് വളരെ മോശമായിപ്പോയില്ലേ. ഈ പണി പൂർത്തിയാവാതെ വെച്ചു കൊടുത്തെന്ന് മാത്രം ബാത്റൂം ആവുമോ ഷാലു? ചേച്ചി നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടാ, ഞാൻ അത്രേ പറഞ്ഞോളൂ. അത് കാര്യമൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ നീ 2-3 മെസ്സേജ് എനിക്ക് ഇട്ടേലെല്ലാം ഇട്ടിട്ടുണ്ട്. ഞാൻ നിർബന്ധിച്ചാണ് 2 കക്കൂസ് ചെയ്യിപ്പിച്ചതെന്ന്. ഒരു കക്കൂസ് ഒരു കുളിമുറിയാണ് ചെയ്തു തരാന്ന് പറഞ്ഞത്. ആ ഇന്ത്യന്റെ ക്ലോസറ്റ് വെച്ചാല് യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചാൽ അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നുള്ള ആ പണിക്കാർക്കും നിനക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയാണ് അവര് ആ കുളിമുറിക്കകത്തൂടി യൂറോപ്യൻ ക്ലോസറ്റ് വെക്കേണ്ട ചെയ്തത്. എന്നിട്ട് ഞാൻ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? എന്റെ അടുത്ത് എന്റെ ആൾക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതല്ല ഷാലി കക്കൂസ് വെച്ചെന്നല്ല 2 പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിന്റെ പണിയൊന്നും ആയില്ല, ടാങ്ക് എടുത്തില്ല, യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചില്ല, പൈപ്പ് ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, റൂം മാത്രം കെട്ടിയിട്ടു എന്ന് പറയുന്നത് വാസ്തവമാണ്. നിനക്കെതിരായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. കാര്യം അറിയാതെ ഇങ്ങനത്തെ സംസാരം പറയല്ലേ കുട്ട. ഞാൻ നിന്നെ കുട്ടാന്നും അപ്പിയെന്നും പിന്നെ മോനെന്നും മക്കളെന്നൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്.
അതെന്ന് പറഞ്ഞാൽ ഒരു ദൈവസ്നേഹം ഉള്ളതുകൊണ്ടാണ്. തനിച്ചോടുള്ള ആ കേസ് കെട്ടുപോലും നീ കാര്യം അത് ഒരു സൈഡിലുള്ള കേട്ടിട്ട് നീ അന്ന് അനാവശ്യം പറഞ്ഞു. അവൾ എന്നെ വാട്സപ്പ് കോൾ വിളിച്ച് കുറെ പറഞ്ഞു. അതിന് ശേഷമാണ് നോർമൽ കോൾ വിളിച്ച് അവൾ നല്ല കുട്ടിയായിട്ട് നിന്ന് റെക്കോർഡ് ചെയ്ത് വെച്ച. പക്ഷെ അവള് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു. ഇവിടെ ആര് വിളിച്ചാലും ഫോൺ എടുക്കൂല. അങ്ങനെ ആ കടയിൽ ചെന്ന ആൾക്കാർ ഇനി പറയാനൊന്നുമില്ല മറ്റുള്ളവരെയും കൂടി. അപ്പൊ കാര്യം അറിയാതെ 2 പ്രാവശ്യത്തും നീ കുറ്റപ്പെടുത്തി തന്നെ. അത് എന്റെ ഒരു കൊച്ചനെ എന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞത് പോയിട്ട് ഞാൻ അന്നേ ക്ഷമിച്ചിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഒന്നുകൂടി ഞാൻ മക്കളെ നിന്റെ അടുത്ത് പറയാം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല കേട്ടാ. ഈ അലിമ്പ് പരിപാടി കാണിക്കില്ലേ, ഈ ഊമ്പി പരിപാടി എന്റെ അടുത്ത് കാണിക്കില്ലേ? നിങ്ങൾ ആരായിക്കോ ഈ ഊമ്പി പരിപാടി എന്റെ കാണിക്കില്ലേ? ഇതാണ് നിങ്ങളെയൊക്കെ എന്റെ അടുത്ത് ആൾക്കാർ പറഞ്ഞത്. നിങ്ങൾ വെറും ഊമ്പിരാണ് വലിപ്പീരാണ്. എനിക്ക് അനുഭവം. നിങ്ങളെ മോളെ കല്യാണത്തിന് നാട്ടിൽ നിന്ന് പിരിച്ചിറക്കിയ പൈസ പോലും നിങ്ങൾ എന്നെ ഊമ്പിച്ചു. അപ്പൊ അതുകൊണ്ട് ഇമാതിരി എനിക്ക് ഈ ഓരോരുത്തർ സഹായിക്കുന്നുണ്ടവരെ കൂടെ നിങ്ങൾ വെറുപ്പിക്കല്ലേ. ഒരു ഊമ്പി പരിപാടി എന്റെ കാണിക്കില്ലേ? നിങ്ങൾ ആരായിക്കോ ചേച്ചി? എന്നെ കൊണ്ട് വേറെ പരിപാടികൾ ചെയ്യിപ്പിക്കല്ലേ. സ്നേഹത്തോടെ പറയാണ്. നിങ്ങളെ മോളെ നിങ്ങൾ അന്തസ്സാച്ചിട്ട് കെട്ടിച്ച് അയച്ചിട്ട് കേട്ടോ. നാട്ടുകാരെന്ന് തെറ്റിപ്പിരിച്ചാണ് എന്നെ വരെ ഒപ്പിച്ച പൈസയാണ് നിങ്ങളെ മോളെ കല്യാണം നടത്തിയത്. എന്റെ വീട് പണിക്ക് വെച്ചിരുന്ന പൈസയാണ് ഞാൻ ഇപ്പൊ എടുത്ത് മറിച്ചത് ചേച്ചി. എന്നിട്ട് ഈ വീണ്ടും കൂടെ സഹായിക്കാന്ന് പറഞ്ഞവരൊക്കെ ഒരുമാതിരി ഊപ്പി പരിപാടി കാണിക്കില്ലേ ചേച്ചി? നിങ്ങൾ ആരും അയക്കൂ, പക്ഷെ ഈ പരിപാടി കാണിക്കല്ലേ. അവർ തരൂലെന്ന് പറഞ്ഞാൽ അവരെ നിങ്ങളെ കല്യാണം കഴിഞ്ഞില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇനി അവിടെ പോണത്? അതിന്റെ ആവശ്യം തരും. നിങ്ങളെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞതിന്റെ 10 ഇരട്ടി തുണിയാണ് എടുത്തുള്ളത്. നിങ്ങൾ എല്ലാവരെയും ഞാൻ ഒപ്പിച്ചെന്നല്ല, പിന്നെ വീണ്ടും എന്തിനാണ്? പിന്നെ ആ മറ്റേ മിസ് ഇന്ത്യയിൽ ഇത്ര നേരമായിട്ട് ആ സാധനം തിരിച്ചു കൊടുത്തിട്ടില്ല, ആ ഓർണമെന്റ്സ് ഇതുവരെ കൊടുത്തിട്ടില്ല. ചേച്ചി ഒരു ഊപ്പി പരിപാടി കാണിക്കല്ലേ. ഇങ്ങേര് എടുത്ത് തന്നു എന്ന് പറയുന്ന സാധനം 2 ദിവസത്തേക്കുള്ള സാധനം ഇത്രയും എടുത്ത് തന്നിട്ടാണ് ഈ 50,000 ചില്ലറ രൂപ കേൾക്കണത്. 2 ദിവസത്തേക്ക് തലേ ദിവസത്തെ ബിരിയാണി 1000 പേർക്കും പിറ്റന്നത്തെ ഊണ് 1000 പേർക്കുമാണ്. ഈ 2 ദിവസത്തേക്കുള്ള സാധനത്തിന്റെ ലിസ്റ്റാണ്. ഇത്രയും സാധനമാണ് ശാലു എനിക്ക് എടുത്തുകൊണ്ട് തന്നിട്ട് 50,000 രൂപ വേണമെന്ന് പറയുന്നത്. പക്ഷെ ഈ 50,000 രൂപ വേണമെന്ന് പറയുമ്പോൾ ബാക്കി ഇവ എടുക്കാത്ത എണ്ണ എടുത്തില്ല, തേങ്ങ എടുത്തില്ല, ഇങ്ങനെ അതിലുള്ള ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ടില്ല. ഇത് മൊത്തവും ഞങ്ങൾ പിന്നെ ഒന്നേന്ന് പൈസ കൊടുത്ത് എടുക്കേണ്ടി വന്നു. അപ്പോഴേ ശാലു ഇനി 50,000 രൂപ ഞാൻ കൊടുക്കേണ്ടതായിട്ട് വന്നു. എനിക്ക് അതിന് കൊടുക്കാനായിട്ട് അപ്പോഴും പൈസ കിട്ടിയില്ല, അത് വാസ്തവമാണ്. എന്നാൽ സാധനം ഉണ്ടല്ലോ ആ ലിസ്റ്റിൽ എടുത്ത് തന്നിരിക്കുന്നത് 50,000 ആ പൈസ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം, എനിക്കിപ്പോ എന്റെ കയ്യിലില്ല, നിവൃത്തികേടാണെന്ന് പറഞ്ഞു. നിങ്ങൾ അക്കൗണ്ടിൽ എത്ര വന്നിട്ടുണ്ട്? ഏതാണ്ട് 3.25 അടുപ്പിച്ച് വന്നിട്ടുണ്ട്. 3.5 അടുപ്പിച്ച് വന്നതെന്ന് പറയപ്പോ ഞാൻ തിരുവനന്തപുരം KDF എന്ന സംഘത്തിലെ ഒരു വ്യക്തിയാണ്. അവിടെ എനിക്ക് ശരൺ സാർ എനിക്ക് 17,000 ചില്ലറ രൂപ കിട്ടിയെന്ന് നാടാർ സംഘടനയിൽ നിന്ന് എനിക്ക് പൈസ, നാടാർ സംഘടന KMSന്റെ ഞാൻ ഒരു വ്യക്തിയും കൂടിയാണ് അങ്ങനെ തന്നെ. ഇങ്ങനെ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ എല്ലാവരും ഇട്ട പൈസ ഉൾപ്പെടെയാണ്. അതായത് എനിക്കൊരു 30,000 രൂപ അവിടെ ഇരിക്കുന്ന വീട്ടിലുള്ള ചേച്ചിയുടെ ഭർത്താവിന്റെ അനിയൻ, ഇവിടെ നേരെ പോകണം, അവിടെ ആ ചേച്ചിയുടെ ഭർത്താവിന്റെ അനിയൻ എന്റെ 30,000 കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസയും അങ്ങേര് എന്റെ അക്കൗണ്ടിൽ 30,000 രൂപ ഒന്നിച്ചിട്ടിട്ട് എനിക്ക് അതിന്റെ ഇത് സ്റ്റേറ്റ്മെന്റിൽ ഇട്ടിട്ടുണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് അവർ പറയും കറക്റ്റാണ്. ആ 30 ഇതെല്ലാം കൂട്ടിയാണ് ഞാൻ ഒരു പൈസ പോലും കള്ളം പറയാതെ ഞാൻ ശാലുവിന്റെ അടുത്ത് പറഞ്ഞു. അതിൽ നിന്നാണ് ഈ കക്കൂസിന് കൊടുപ്പിച്ചതും ടെയിൽ എടുപ്പിച്ചതും ഇങ്ങനെ തേങ്ങ വാങ്ങിച്ചത് തന്നെ 30,000 അടുപ്പിച്ച, ചിക്കൻ കടയിൽ കൊടുത്തത് തന്നെ 36,000 രൂപയോളായി. പിന്നെ ഈ സാധനങ്ങൾ എടുത്ത് തന്നെ 37,000-38,000 രൂപയായി. ഈ ബാക്കി വന്ന സാധനം എടുത്തതിന് പോയിട്ടുള്ളത്. അത് അവൻ പറയുന്നുണ്ട്, ഇതില് പറയുന്നുണ്ട് ചേച്ചി പിന്നെ 10,80,000 രൂപ സാധനം അവർ പറഞ്ഞു, ഞാൻ 50,000 രൂപയ്ക്കകത്ത് എടുത്തു. പിന്നെ മണ്ഡപ വാടക 40,000 രൂപയാണ്. അപ്പൊ ഞാൻ ഇവനോട് എല്ലാം ചോദിക്കും, ശാലു വിറവ് ഇറക്കട്ടോ എന്ന് കേട്ടു. ഇറക്കി വെച്ചെന്ന് 9,000 രൂപയ്ക്ക് വിറവ് ഇറക്കി 1000 രൂപ കൊടുത്ത് വണ്ടിക്കൂലി കൊണ്ടുവന്ന് 2 പേരെ നിർത്തി കീറി വെച്ച വിറവാണ് മണ്ഡപത്തിൽ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പൈസ ഒന്നാണ് പോയത്. അവിടെ നിന്ന് എടുത്തെന്ന് പറയുമ്പം 2-3 പാന്റ് ഇളവൊക്കെ ഉള്ള മറ്റേ എന്തോ ഇങ്ങനെ പറന്ന് കിടക്കണ പറഞ്ഞ പാന്റ് ഉണ്ട്. അത് ക്രോപ്പ് ടോപ്പ് 2 എണ്ണം, 2 ജോഡി ചുരിദാർ, ഒരേപോലത്തെ 2 ജോഡി ചുരിദാർ എടുത്തു. അല്ലാതെ ഒരു 4-5 ചുരിദാറും 3 സാരി ഇത്ര എടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ തുണി എടുത്തത് ചൊമ്പ് രീതിയിൽ നിന്നും നെയ്യാറ്റിൻകര രാമചന്ദ്രയെന്നും കാട്ടാക്കട രാമേന്ദ്രൻ എടുത്തിട്ടുണ്ട്. 1 2 ആണ് എന്റെ മോളെ കല്യാണം. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ പിള്ളക്ക് പനച്ചമുട ഒരു തുണിക്കടയിൽ നിന്ന് എന്റെ ഇളയ മോക്ക് 16 വയസ്സ് പ്രായമുള്ള കൊച്ചിന് പിന്നെ ഇടാനെടുത്ത് ഒരു 1,500 രൂപ ഒരു ഉടുപ്പ് ഇവിടെ അളവെടുത്ത് തയ്പ്പിച്ചു. അപ്പൊ ഈ സെപ്റ്റംബർ 20 തൊട്ടേ ആ കടയിൽ പോകുന്നുണ്ട് ഈ തുണിക്ക്. അപ്പൊ എടാ ഇപ്പൊ തച്ച് വെക്കണേ ഉള്ളൂ, അതിന് സിപ്പ് വയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വിട്ടുവരുന്നു. ഈ എന്റെ പിള്ളേരെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1-ാം തീയതി ആയിരുന്നു ഫംഗ്ഷൻ 3 മണിക്ക്. ആ 3 മണിക്കും ആ കൊച്ചു അവിടെ നിൽക്കുകയാണ്. അന്ന് കാട്ടാക്കട രാമചന്ദ്രന് ഞങ്ങൾ 3:30 മണിയായിപ്പോയി. ഫംഗ്ഷൻ 3 മണിക്ക് നടത്തേണ്ടടുത്ത് 3:30ക്ക് ഞാനും എന്റെ ഒരു ആന്റിയുടെ മോനും മോളോട്ട് അവിടെ രാമേന്ദ്ര ചെന്ന് ഈ 2ാമത്തെ കൊച്ചിന് ഇടാനുള്ള ഡ്രസ്സ് നമ്മൾ എടുത്തോണ്ടിരിക്കുകയാണ്. തിരിച്ച് ആ കൊച്ചി നെറ്റ് വളാത്യം വിളിച്ചു. നെറ്റ് വള വിളിച്ച് അവൾ ഇങ്ങോട്ട് കുറെ പറഞ്ഞു. ഞാനും പറഞ്ഞു വാസ്തവമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എന്റെ വിഷമം കൊണ്ട് ഞാനും പറഞ്ഞു. ഈ കൊച്ചിനെ ഒരു പട്ടിയെ പലി 1-ാം തീയതിക്ക് ഓടിച്ചതല്ലേ എന്ന് വെച്ചാൽ 4-ാം തീയതി കൊച്ചു പോയിരിക്കുകയല്ലേ. ഞാൻ അപ്പോഴ് അവള് എന്നിട്ട് നെറ്റ് വള കട്ട് ചെയ്ത് നോർമൽ കോൾ അവള് വിളിച്ചപ്പോഴ് ഉള്ള മെസ്സേജാണ് അതിൽ കിടക്കുന്നത്. ഞാൻ പറഞ്ഞത് അതിൽ ചീത്തയൊന്നും പറ്റില്ല,
ഞാൻ പറഞ്ഞിരിക്കുന്നതെല്ലാം നിങ്ങൾ കേട്ടാണല്ലോ പറയാം. അപ്പൊ ആ ചേച്ചി കുറെ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ അമ്മയും ദേഷ്യപ്പെട്ടു, ഇല്ലെന്ന് പറയില്ല, അമ്മ ദേഷ്യപ്പെട്ടു. അപ്പോഴാണ് ചേച്ചി വാട്സപ്പ് കോൾ വിളിച്ചിട്ട് കുറെ പറഞ്ഞു. വാട്സപ്പ് കോൾ വിളിച്ച് ആ ചേച്ചിക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് റെക്കോർഡ് ചെയ്യ കണക്കിന് തിരിച്ച് കോള് വിളിച്ചത്. അപ്പം അമ്മ പറഞ്ഞു, നീ കള്ളിയാണ്, നീ ആ ഷോപ്പിന് തുലയ്ക്കാനായിട്ട് നിൽക്കുകയാണ്, ഇത്രയും അമ്മ പറഞ്ഞു എന്നുള്ള വാസ്തവമാണ്. എനിക്ക് പിന്നെ അസുഖമില്ലെന്ന് അങ്ങേര് പറയുന്നുണ്ട്. എനിക്ക് ഇഷ്ടം പോലെ അസുഖമുണ്ട്. എനിക്ക് കരൾ വിധമായ അസുഖം തൊട്ട് പലവിധമായ രോഗത്തിന് അടിമയാണ്. എൻ്റെ മോളെ കല്യാണത്തിന് മുന്നേ ഞാൻ ചികിത്സയിലാണ്. അതായത് നെയ്യാറ്റിൻകര ഗൈനക്കോളജിസ്റ്റ് സുജാ മേഡത്തിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു ഞാൻ. മോളെ കല്യാണം ആയപ്പോൾ ഞാൻ നിർത്തിവെച്ച് വീണ്ടും ഇപ്പൊ രേണുക മേഡത്തിന്റെ ചികിത്സയിലായിരുന്നു. ഓപ്പറേഷൻ പോലും കഴിയാൻ പറ്റാത്ത സ്റ്റേജ് ആയെന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പം പിന്നെ തമിഴ്നാട്, അതായത് സിദ്രാലയം എന്ന് പറയുന്ന ഹോമിയോ ഡോക്ടറെ അടുത്താണ് ഇപ്പൊ ചെന്ന് അഭയം പ്രാപിച്ച് അവരെനിക്ക് 6 മാസത്തെ ഫുൾ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 1-2 പേരെടുത്ത് വിളിച്ച് ഞാൻ പൈസ ചോദിച്ചത് വാസ്തവമാണ്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? പൈസകളെല്ലാം പിന്നെ കക്കൂസ് വെക്കാൻ വന്നവർക്ക് കൊടുക്കാൻ പറഞ്ഞ് ഞാൻ കൊടുത്തു, ടൈലെടുത്ത് കൊടുക്കാൻ പറഞ്ഞ് ഞാൻ കൊടുത്തു, സിമെന്റിന് പൈസ കൊടുത്തു, ഷവറിന് പൈസ കൊടുത്തു, ഡോറിന് പൈസ കൊടുത്തു. ഇതെല്ലാം പൈസയല്ലേ ഷാലു? എന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന 80 പാറപ്പൊടി സിമെന്റില് നിന്റെ വീട്ടിൽ കൊണ്ടുപോയല്ലേ എനിക്ക് ചെയ്തു തന്നെ. നീ വലിയ ക്യാമറത്തിൽ പറഞ്ഞു. ഒരു പെണ്ണിനെയും കാരണമില്ലാതെ പരിഹസിക്കാനോ അവളെ താറടിക്കാനോ ഒരു നിയമവും ആർക്കും എഴുതി തന്നിട്ടില്ല. മണ്ഡപത്തിലെ പാത്രം കാണാതെ പോയി, ഞാൻ എടുത്തോണ്ട് വന്നു. ഒരു നേരം താഴെ നീ അവിടെ വെച്ചിട്ട് ഞാൻ എടുത്തോണ്ട് പോയത് ഇല്ല. അപ്പൊ പാത്രത്തിന് പൈസ 1 രൂപയിലും ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് കൊടുത്തത്. എന്താ നീ ചോദിച്ച പൈസയല്ലേ? നീ സാധനം കൊണ്ട് വന്നിട്ട് വാങ്ങിച്ച കേൾക്കണ പൈസയില്ലേ? അതിന്റെ ബാലൻസ് ഒന്ന് സാധനം നീ കൊണ്ടുവരും, പൈസ തരാം. ആവശ്യമില്ലാതെ ഒരു പെണ്ണിങ്ങനെ താറടിക്കല്ലേ മക്കളെ. പക്ഷെ ഞാൻ എന്നെ ശാലുവെന്നും കുട്ടാണ് മക്കളെ എന്നാണ് വിളിച്ചത്. ഒരു ചീത്ത പോലും ഞാൻ നിന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ രംഗത്തേക്കുന്ന ഒരു വ്യക്തി 2 പേര് പറഞ്ഞ കേൾക്കണം. ആദ്യം അവര് നെറ്റ് കോൾ വിളിച്ച് കുറെ പറഞ്ഞു, മെസ്സേജ് ഇട്ടു. എന്റെ കൊച്ചു അപ്പോഴും പറഞ്ഞു, ചേച്ചി ആ വിഷയം വിട്ടേരെ, തുണി വേണ്ട വേണ്ട എന്ന് അവിടെ പറഞ്ഞിട്ടും പിന്നെ മെസ്സേജ് ഇട്ടു. അതൊക്കെ നീ അറിഞ്ഞിട്ട് തന്നെയാണോ നീ സംസാരിച്ചേ? അന്ന് ഇത്രയും അസഭ്യമായിട്ടുള്ള രീതിയിൽ എനിക്ക് മോശം വർത്താനം നീ എന്റെ അടുത്ത് പറഞ്ഞ. കുട്ടാ, നിനക്ക് അമ്മയുണ്ട്, ഭാര്യയുണ്ട്, 2 പെൺമക്കളുണ്ട്. അവരുടെ അടുത്ത് ഒരാൾ ഇതുപോലെ ഇമോഷനായി നീ ഇപ്പൊ പറഞ്ഞ അതേ ചീത്ത വർത്തമാനങ്ങൾ പറഞ്ഞാൽ നിനക്ക് സഹിക്കുവോ? എന്നിട്ട് ഞാൻ കുട്ടാപ്പിയെന്നൊക്കെ തന്നെയാണ് നിന്നെ വിളിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതിന്റെ സത്യാവസ്ഥ കാണുന്ന ഒരേ ഒരാളേ ഉള്ളൂ, എന്നെ നിന്നെ സൃഷ്ടിച്ച ദൈവം. കേട്ടോ, സത്യാവസ്ഥ അറിയാതെ ആരെയും കുറ്റപ്പെടുത്തരുത്, അതിനുള്ള അവകാശം നമുക്കില്ല. ഏതാണ്ട് 3-3.25 അടുപ്പിച്ച് വന്നിട്ടുണ്ട്. പാസ്ബുക്ക് എന്റെ ഉണ്ട്. പാസ്ബുക്കിലല്ല, ഇത് ഗൂഗിൾ പേയില് അങ്ങനെ വന്നിട്ടുണ്ട്. ആ, നീ എനിക്ക് എപ്പോഴും 4 ലക്ഷം രൂപ പിരിച്ചു തന്ന ശാലു. നീ വിഷയം വിടാൻ പറഞ്ഞിട്ട് നീ തന്നെയാണ് വീണ്ടും കുത്തിപ്പൊക്കുന്നത്. നീ ഇപ്പൊ ചീത്ത വർത്താനാണ് ഞാൻ എടുത്തിട്ട് കൊടുക്കത്തില്ലായിരിക്കും. കൂടുതൽ മുട കാണിക്കാൻ പറയലൊന്നുമില്ല. നിന്റെ പൈസ ഞാൻ തരും, പറയാനിരിക്കും കേട്ടോ. 4 ലക്ഷം രൂപ എപ്പോഴാ? 47 വീടുകൾ പറഞ്ഞ് 3 ലക്ഷമാണ്. പിന്നെ ഇപ്പൊ 4.5. ഈ 10 ലക്ഷം രൂപ തേച്ച് കൊണ്ടുപോകാം, അതല്ലേ നല്ലത്. ഈ ഡെയിലി 3, 4, പിന്നെ 4, 5 കാക്കടന്ന് കളയും. ഒന്ന് ചെറ്റ അടിക്കുന്നു പറ 25 ലക്ഷം 1 കോടിയൊക്കെ നീ എനിക്ക് സമ്പാദിച്ചു തന്നു. എനിക്ക് ഷാലു പേനോട് പറയാനുള്ളത്, ചാരിറ്റി ചെയ്യുമ്പോൾ സ്വന്തം പൈസ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരുടെ മുമ്പിലേയും കണക്ക് കാണിക്കേണ്ടി വരത്തില്ല, നമ്മൾ കള്ളനാവത്തുമില്ല. പക്ഷേ നമ്മൾ നാട്ടുകാരെന്ന് പിരിച്ചു ചെയ്യുമ്പോൾ നമ്മളെ സ്വന്തം അക്കൗണ്ടോ അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉള്ള ഒരു അക്കൗണ്ട് വെക്കുമ്പോൾ അതിൽ വന്ന ട്രാൻസാക്ഷൻ കാണിക്കണം. ആ പൈസ എടുത്ത് എന്ത് ചെയ്തു എന്നുകൂടെ കാണിക്കണം. അത് ഷാലുപ്പേന്റെ കടമയാണ്. അല്ലെങ്കിൽ ഷാലുപ്പേയുടെ ഒരു ട്രസ്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് ആൾക്കാരെ വീട് വെച്ച് സഹായിക്കണം, അങ്ങനെ കൊണ്ടുപോകണം. പക്ഷെ പേഴ്സണലി നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം അക്കൗണ്ട് ഒരിക്കലും ഉപയോഗിക്കില്ല. ഇന്ന് ഷാലുപ്പേന്റെ പൊക്കി പറഞ്ഞൊരു നാളെ മുകളിൽ കൊണ്ടിട്ട് താഴോട്ട് കൊണ്ടുള്ള സമയം വരും. ഇത് ഞാൻ ഷാലുപ്പേന്റെ നല്ല വേണ്ടി പറഞ്ഞ സംഭവമാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഷാലുപ്പേട്ട് കല്യാണം നടത്തിയ അവിടെ പോയത്, എന്നെ ആ 16 വയസ്സായ കുട്ടി എന്നെ വിളിച്ച് കരഞ്ഞ് പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് ഞാൻ പോയത്. പോകുന്ന വഴിക്ക് റോഡിലുള്ള ആൾക്കാർ ചോദിച്ചപ്പോൾ നെഗറ്റീവായിട്ടൊക്കെയാണ് എൻ്റെ ആൾക്കാർ പറഞ്ഞത്. പക്ഷെ ഞാൻ ചിന്തിച്ചത്, എന്നെ വിളിച്ച് പറഞ്ഞ ആ ഒരു പെൺകുട്ടി, അത് 16 വയസ്സ് മാത്രം പ്രായമായ പെൺകുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാണ്ട് പോകാൻ ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കൊച്ചിന്റെ വിഷമം കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ പോയതും ഈ കാര്യങ്ങൾ അന്വേഷിച്ചതും ഈ വീടിടാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം. അവരുടെ കുടുംബക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നിട്ടും എന്നെ പ്രതിക്കുന്ന പ്രശ്നമല്ല. കാരണം നാളെ സമയത്ത് ഈ കുട്ടി ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ എൻ്റെ ഇതുപോലെ മെസ്സേജിൽ കണ്ടിട്ട് ക്രേസി ആണെന്ന് അറിഞ്ഞിട്ടും ക്രേസി അണ്ണൻ പോയില്ല എന്ന് നിങ്ങളെല്ലാം പറയും, എന്നെ കുറ്റപ്പെടുത്തും. പിന്നെ ഇതിന്റെ മനസ്താപം എനിക്ക് മരിക്കുന്നവരെയും ഉണ്ടാവും, ഞാൻ മരിക്കുന്നവരെയും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയതും. ഇനി കൂടുതൽ തെളിവ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ തെളിവുകളെല്ലാം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി അയച്ചുതരാം. 16 വയസ്സായ ഒരു കുട്ടി, അതൊരു പെൺകുട്ടിയാണ്. അതിനെ ഓർത്ത് മാത്രമാണ് ഞാൻ അവിടെ പോയതും ഈ വീഡിയോ ഇടുന്നത്. അവര് ഒരു കംപ്ലൈന്റ് ഈ ഒരു വീഡിയോ എതിരായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാട്ടാക്കട DYSPക്ക്. ആ 16 വയസ്സായ പെൺകുട്ടിയാണ് കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത്. ഇതുവരെയായിട്ട് കാട്ടാക്കട DYSP ഇതിനെതിരെ ആക്ഷൻ എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ കംപ്ലൈന്റ് ചൂടെ ചേർത്തിക്കാം.
പിന്നെ വേറൊരു കാര്യം കൂടെ, ഷാലുപ്പയ്യാട് അവരുടെ ദയനീയാവസ്ഥ അറിഞ്ഞിട്ട് അവർക്ക് ബാത്റൂം വെക്കാനും കല്യാണം നടത്താനെല്ലാം ഫണ്ട് പിരിച്ച് നാട്ടിൽ നിന്ന് പിരിച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ഷാലുപ്പയ്യാട് ഇട്ട ഒരു വീഡിയോ അതൊരു മോശം വീഡിയോ ആയിട്ട് പോയെന്ന് ഞാൻ പറഞ്ഞു. കാരണം വെച്ചാൽ അവരെ എന്തോ പ്രവൃത്തി ചെയ്തോട്ടെ, പക്ഷെ ആ വീട്ടിൽ 16 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്, പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി സ്കൂളിൽ പോകണം, അതിന്റെ ജീവിതം എന്താണെന്ന് ചിന്തിക്കാനുള്ള ഒരു ഘടകം കൂടെ ഷാലിനുണ്ടായിരുന്നു. ഷാലു ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾ കൂടെയാണ്, കാരണം ഇതുപോലെ പല രീതിയിലും അത് നടക്കുന്ന ആൾ കൂടെയാണ്. അപ്പം അതുകൂടെ ചിന്തിക്കേണ്ട ഒരു ചെറിയൊരു ബുദ്ധി കൂടെ ഷാലു കാണിക്കണമായിരുന്നു. അത് എന്റെ അഭിപ്രായമാണ് കേട്ടോ.